നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 14-ാം വാർഡ് കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 2.5 മണിക്കൂർ ശേഷമാണ് ബിന്ദു അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. ആശുപത്രി കെട്ടിടത്തിൽ കുളിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം. കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞിരുന്നു. ഇതോടെയാണ് JCB എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് 1 മണിയോടെ ഇവരെ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11, 14 വാർഡുകളുണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെയും ഈ വിഷയത്തിൽ മൗനം തുടരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സിനിമ ചോറാണെന്ന് ആവർത്തിച്ച് പറയുന്ന നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൻ്റെ സർക്കാരിൻ്റെ ചെയ്തികളിൽ മൗനം തുടരുകയാണെന്നും സിനിമയ്ക്കു വേണ്ടിയും സഹപ്രവർത്തകർക്കും വേണ്ടിയും ശബ്ദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയ വേണുഗോപാൽ സുരേഷ് ഗോപി മൗനം വെടിയണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിൻ്റെ ആരോപണങ്ങൾ തള്ളാതെ വിദഗ്ധ സമിതി അന്വേഷണ റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ സാങ്കേതിക നൂലാമാലകൾ ഒഴിവാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. പർച്ചേസ് നടപടി അടിയന്തരമായി ലളിതമാക്കണമെന്നും ഹാരിസിൻ്റെ തുറന്നു പറച്ചിൽ അന്വേഷിച്ച സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൻ്റെ ചുമതലയും രേഖകളും ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറിയതായി ഡോക്ടർ ഹാരിസ് ചെറക്കൽ. പെട്ടെന്ന് നടപടി വന്നാൽ വകുപ്പിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് രേഖകളടക്കം കൈമാറിയതെന്നാണ് ഡോക്ടർ ഹാരിസ് ചെറക്കൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നടപടി ഭയക്കുന്നില്ലെന്നും ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തൻ്റെ മാർഗം തെറ്റായിരുന്നുവെന്ന് ബോധ്യമുണ്ടെന്നും മറ്റ് മാർഗങ്ങളിലായിരുന്നുവെന്നും പക്ഷേ അതിന് ഫലമുണ്ടായി എന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങുന്ന രോഗികളുടെ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി അട്ടർ ഫെയിലർ ആണെന്നും ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പായി എന്നും K മുരളീധരൻ പറഞ്ഞു. വിവാദത്തിൽ മുഖ്യമന്ത്രി ഇടപെടുന്നില്ലെന്നും തെറ്റുതിരുത്താൻ തയ്യാറായില്ലെന്നും സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നും ഇത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. പരിപാടി റദ്ദാക്കിയെന്നറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ഗുരുതര ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. വീണ ജോർജിൻ്റെ വസതിയുടെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മെഡിക്കൽ കോളേജിൽ എത്തിയ മുഖ്യമന്ത്രി നിമിഷങ്ങൾക്കകം മടങ്ങുകയായിരുന്നു. പറയാൻ ഒന്നുമില്ലെന്നും എല്ലാം മന്ത്രിമാർ പറഞ്ഞെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് വീണ ജോർജ്. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും സാധ്യമായതെല്ലാം എത്രയും വേഗം ചെയ്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രിമാരുടെ പ്രസ്താവനയെ തുടർന്നാണെന്നും ഇന്നലെ രാവിലെ വരെ ആളുകൾ ഉപയോഗിച്ച കെട്ടിടമാണിതെന്നും മരണത്തിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിമാർ ഏറ്റെടുക്കണമെന്നും ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും VD സതീശൻ പറഞ്ഞു. നുണകളാൽ കെട്ടിപ്പടുത്ത കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു വീഴുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിലംപതിച്ച് ഒരാൾ മരണപ്പെട്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്.
അപകടമുണ്ടായപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കെട്ടിടമാണ് തകർന്നതെന്ന് പറഞ്ഞ് തടി തപ്പാനായിരുന്നു സർക്കാരിൻ്റെ ശ്രമം. അങ്ങനെയെങ്കിൽ ഒരാൾ മരണപ്പെട്ടതിൽ സർക്കാർ മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ പ്രതികരണവുമായി മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവനോടെ കിട്ടിയേനെയെന്നും അദ്ദേഹം പറഞ്ഞു. ആരോടാണ് പരാതി പറയേണ്ടതെന്നും മക്കളെ പഠിപ്പിച്ചതെല്ലാം ബിന്ദുവാണെന്നും വിശ്രുതൻ സങ്കടപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി VN വാസവൻ. പുതിയ കെട്ടിടത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലാണെന്നും ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം പൂർത്തിയാക്കാനുണ്ടെന്നും അത് തീരുന്ന മുറക്ക് അങ്ങോട്ട് മാറ്റാനാണ് തീരുമാനിച്ചതെന്ന് വാസവൻ പറഞ്ഞു. അപകടം സംഭവിച്ച സമുച്ചയത്തിലെ മുഴുവൻ ആളുകളെയും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അപകടം സംഭവിച്ചത് അടച്ച കെട്ടിടത്തിലാണെന്ന് ആശുപത്രിക്കാർ ധരിപ്പിച്ചെന്നും മന്ത്രി VN വാസവൻ കൂട്ടിച്ചേർത്തു. 2012 കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതെന്നും കെട്ടിടം തകർന്നു വീണ്ടായ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ. ബിൽഡിങ്ങിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും കഴിഞ്ഞ വർഷമാണ് കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് ലഭിച്ചതെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ആശുപത്രി കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ നിന്ന് മാറ്റുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ബന്ധുക്കളെ അടക്കം അണിനിരത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷം ആംബുലൻസ് മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിൻ്റെ മൃതദേഹവുമായി പോയി. 3 ആവശ്യങ്ങൾ ഉന്നയിച്ച ചാണ്ടി ഉമ്മൻ MLA സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നടപടിയെ ശക്തമായി വിമർശിച്ചു. ബിന്ദുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഒരാൾക്ക് ജോലി നൽകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. അക്കാര്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിനുണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞ് പ്രതിഷേധിച്ച ചാണ്ടി ഉമ്മൻ MLAക്കെതിരെ കേസ്. ഇദ്ദേഹത്തിന് പുറമെ സ്ഥലത്ത് പ്രതിഷേധിച്ച 30ഓളം പേർക്കെതിരെയും കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു. ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചതിൻ്റെ പേരിലാണ് നടപടി. മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രി പോയിട്ട് MLA ആയി ഇരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ലെന്നും പറയിപ്പിക്കരുതെന്നുമാണ് കുറിപ്പ്. പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ആണ് ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തി. കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നുവെന്നും അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നുമാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും പത്തനംതിട്ട CWC മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് N രാജീവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ള വീണ ജോർജിനെതിരെ പരോക്ഷ വിമർശനം. നവകേരള സദസ്സിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ ഹർജി പരിഗണിച്ച എറണാകുളം CJM കോടതി സ്വമേധയാ കേസെടുക്കണമെങ്കിൽ ഗവർണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് നിർദ്ദേശിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. വെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണാവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10-ാം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങളും നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.